ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ഇപ്പൊ റൂമിനകത്താണ് കിടക്കുന്നത്. അപ്പൊ ഇന്ന് ആ കുറച്ച് ഭാഗങ്ങളൊക്കെ ആട്ടോ കാണിച്ചത്. അപ്പൊ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിക്ക് ഉറക്കം വരുന്നുണ്ട്. ശ്രുതിക്ക് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുകയാണ്. ആ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഉറക്കം വരാതെ എന്താ പറയാ, കിച്ചണിൽ പോകുന്നു, വെള്ളം കുടിക്കുന്നു. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ്. AC ഇല്ലാത്തതുകൊണ്ട് പൊന്നുമോൻ അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. അമ്മ കൊഞ്ചിച്ചു വഷളാക്കി വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് നമ്മുടെ ശ്രുതി നേരം വെളുപ്പിച്ചു. ഏതായാലും നേരം വെളുപ്പിച്ചു. ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും സുഖിച്ച് ആ റൂമിനകത്ത് കിടക്കുന്നല്ലായിരുന്നു കേട്ടോ. രേവതി സച്ചിയും തറയിലാണ് കിടന്നത്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കേട്ടവർക്കൊക്കെ അറിയാം. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം നാളെ കാണാൻ പോകുന്നതും, അതായത് ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഒരാഴ്ച കാണാൻ പോകുന്ന ഭാഗങ്ങൾ കേൾക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എണീറ്റ് എങ്ങനെയൊക്കെയോ എണീറ്റിട്ട് നേരെ റൂമിലേക്ക് പോയി കിടക്കുകയാണ്. കുറച്ചു നേരം ഒന്ന് നീണ്ടു നിവർന്ന് കിടത്തു. എന്തൊരാശ്വാസം, ഇപ്പോഴാ സുഖമായത്. രാവിലെ നമ്മുടെ സച്ചി രേവതി എണീറ്റ് പോവുമല്ലോ, അപ്പൊ പിന്നെ ആ റൂമിലേക്ക് കയറി ചെല്ലാമല്ലോ. അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി വന്ന് വിളിച്ചു. ശ്രുതി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവർക്കും, ശ്രുതിയല്ല രേവതിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. നമ്മുടെ ശ്രുതിയും സുധിയും ശ്രീകാന്തും വർഷയും ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേ കിടക്കണ് നമ്മുടെ ശ്രുതി തൂങ്ങി താഴെ പോവുക. അപ്പം ശ്രുതിയോട് ചോദിച്ചു, നീ എന്താണ് ഇവിടെ ഇരുന്ന് തൂങ്ങുന്നതെടാ എന്ന് വിളിച്ചപ്പോ തന്നെ അയ്യോ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേയും പറയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചത്, കട തുടങ്ങിയില്ല, അതിനു മുമ്പ് കണക്കൊക്കെ എടുക്കാൻ തുടങ്ങിയോ? വാഷിംഗ് മെഷീൻ, AC, ഫ്രിഡ്ജ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ തീരെ ഉറങ്ങിയില്ല. ഇന്നലെ ഞാൻ നിലത്തല്ലേ കിടന്നത്, AC ഇല്ലാതെ തീരെ ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സീനൊക്കെ ഞാൻ ഇന്നലത്തെ പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു വഷളാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രുതിയും നേരെ കടയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം കടയിലെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം. അതിനിടയിൽ കടയ്ക്ക് പേര് ഇടുന്നതിനെ കുറിച്ച് അവിടെ ഒരു ചെറിയ തർക്കം നടക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. കടയുടെ പേര് നമ്മുടെ ചന്ദ്രമതി എന്നാണല്ലോ. അത് നമ്മുടെ സച്ചി കാരണമാണ് ഇടുന്നത്, വേറെ ആരും കാരണമല്ല. സച്ചി പറഞ്ഞത് കൊണ്ടാണ് ആ പേര് തന്നെ ഇടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ആ പേര് ഇടത്തുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഉദ്ഘാടനത്തിന്റെ കാര്യം പറഞ്ഞും കുറച്ച് തർക്കം അവിടെ നടക്കുകയാണ്. അപ്പൊ ഉദ്ഘാടനം നമ്മുടെ ചന്ദ്രൻ നടത്തും എന്നാണ് ചന്ദ്രയ്ക്കൊരാഗ്രഹമുണ്ട്. ചന്ദ്രയെ കൊണ്ട് തന്നെ നടത്തിക്കണം എന്ന് ചന്ദ്രയ്ക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും അല്ല, സെലിബ്രിറ്റീനെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ തർക്കമൊക്കെ ഉണ്ടായി. ലാസ്റ്റ് നമ്മുടെ സച്ചി ഇടവിട്ട് അമ്മ തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. രവീന്ദ്രനും ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ശ്രുതി സമ്മതിച്ചു. ശ്രുതി തന്നെ പറഞ്ഞു അല്ലെങ്കിലും ആന്റി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഒരു തീരുമാനമായി. അങ്ങനെ പിന്നെ നേരെ കടയുടെ ഉദ്ഘാടനമാണ് കേട്ടോ. അങ്ങനെ കടയുടെ ഉദ്ഘാടന ദിവസം വന്നു. ആ ദിവസമാണ് ഒരു 1.5 ദിവസം. അങ്ങനെ കടയുടെ ഉദ്ഘാടനത്തിന് എല്ലാവരും എത്തി. അച്ചമ്മ എത്തി, രവീന്ദ്രൻ, ചന്ദ്ര, ശ്രുതി, വർഷ, സച്ചി, രേവതി. അപ്പൊ ഉദ്ഘാടനത്തിന് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഇപ്പം കണ്ടിക്കണമല്ലോ, അത് ആ റിബൺ അങ്ങ് കട്ട് ചെയ്യണമല്ലോ. അപ്പൊ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അതിനിടയിൽ ചന്ദ്രയ്ക്ക് ഇത് കട്ട് ചെയ്യാനൊരു മടി. അപ്പൊ എന്താ കട്ട് ചെയ്യാത്ത, എന്താ സമയം പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു വിശിഷ്ട അതിഥിയും കൂടെ വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കല്ലേ നമ്മുടെ വർഷയുടെ അമ്മ വരുന്നത്. വർഷയുടെ അമ്മേനെ കണ്ടത് ഞാൻ ഉദ്ദേശിച്ച അതിഥി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ വർഷയുടെ അമ്മയാണ് കേട്ടോ വിശിഷ്ട അതിഥി, നമ്മുടെ ചന്ദ്രയുടെ വിശിഷ്ട അതിഥി. ഇച്ചിരി പണക്കാരിയൊക്കെ ആണല്ലോ. അപ്പൊ വർഷ അമ്മേനെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു മോളെ. നിന്റെ അമ്മേനെ വിളിക്കാതെ പിന്നെ ആരെയാ വിളിക്കേണ്ടത്? വിളിക്കേണ്ടവരെ വിളിക്കും, വിളിക്കേണ്ടാത്തവരെ വിളിച്ചിട്ടും ഇല്ല. അപ്പൊ നമ്മുടെ രേവതിനൊന്ന് കുത്തി സംസാരിച്ചതാണ്. അങ്ങനെ അവിടെ ആ ഒരു ഉദ്ഘാടനം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഉദ്ഘാടനമൊക്കെ ചെയ്തു. എല്ലാവരും കൈകൊട്ടി പാസ്സാക്കി. പിന്നെ അവിടെ ഫസ്റ്റ് കച്ചവടം നടത്തണം. അപ്പം വർഷയുടെ അമ്മയാണെ ഇങ്ങനെ സാധനമൊക്കെ നോക്കി നടക്കുകയാണ്. രേവതി ഇങ്ങനെ സാധനമൊക്കെ നോക്കിയിട്ട് രേവതി ഒരു മിക്സി കണ്ടു കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, ഈ മിക്സി നല്ലതാ, ഈ മിക്സി നമുക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ പ്രൈസ് നോക്കിയപ്പോ 5000 രൂപ, കുഴപ്പമില്ല, നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് വർഷയുടെ അമ്മയാണെങ്കിൽ അവിടെ ചുറ്റി കറങ്ങി നടന്ന് ഒരു AC ഒക്കെ നോക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിയോട് ചോദിച്ചു, ഈ AC നമ്മുടെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട്, ഈ AC യുടെ പേരൊന്നും എനിക്കറിയത്തില്ലേ. അപ്പൊ ആ ഒരു AC യുടെ പേര് പറഞ്ഞിട്ട്, ഇത് മറ്റേ ഇൻവിസിബിൾ ആയിട്ട് വെക്കുന്ന AC അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നമ്മുടെ ശ്രുതി എന്തൊക്കെയോ പറഞ്ഞൊക്കെ കൊടുത്തു. എന്നാ പിന്നെ എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് എമൗണ്ട് കൂടുതലാ ആന്റി, ഇതിനൊരു 1.5 ലക്ഷം രൂപയാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപയോ? അത്രേ ഉള്ളൂ, കുഴപ്പമില്ല, സിമ്പിൾ കേസ്. നമ്മുടെ വർഷയുടെ അമ്മ പണക്കാരിയല്ലേ,
1.5 ലക്ഷം രൂപ, എങ്കിൽ 1.5 ലക്ഷം രൂപ, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ കച്ചവടം നടത്തുന്നത് നമ്മുടെ വർഷയുടെ അമ്മയെ കൊണ്ടാണ്. അപ്പം ചന്ദ്രയ്ക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, വർഷയുടെ അമ്മ വരുമ്പോൾ വലിയ സാധനമല്ലേ മേടിക്കത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ കച്ചവടം തന്നെ വലിയൊരു പ്രൊഡക്റ്റിലാകുമ്പം, വലിയൊരു എമൗണ്ടിലാകുമ്പം പിന്നെ വെച്ചടി കയറ്റമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വർഷയുടെ അമ്മേനെ വിളിച്ചു വരുത്തിയത്. കാര്യമില്ലാതെ എന്തെങ്കിലും നമ്മുടെ ചന്ദ്ര ചെയ്യുക. അങ്ങനെ 1.5 ലക്ഷം രൂപയ്ക്ക് അതിങ്ങ് മേടിക്കുകയാണ്. അതിശയമായി പോയിട്ടോ ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് എത്ര മൂല്യമുണ്ടെന്ന് നമ്മുടെ സച്ചിക്കും രേവതിക്കും അതുപോലെ അച്ചമ്മയ്ക്കും ഒക്കെ അറിയാം. കാരണം അവരൊക്കെ ഒരുപാട് പൈസയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു വളർന്നതാണ്. അപ്പൊ ശ്രുതിക്കും അറിയാം. ശ്രുതിക്കും സന്തോഷമായി. അങ്ങനെ ആദ്യത്തെ കച്ചവടം 1.5 ലക്ഷം രൂപയുടെ കച്ചവടമാണ്. കണ്ടില്ലേ, വിളിക്കേണ്ടവരെ വിളിച്ചപ്പം എന്റെ മോന് ലാഭം ഉണ്ടാക്കി കൊടുത്തത് കണ്ടോ? ദേ ഇനി എന്റെ മോന് വെച്ചടി കയറ്റമായിരിക്കും. വർഷയുടെ അമ്മയ്ക്ക് ഐശ്വര്യം ഇങ്ങനെ കുമിഞ്ഞു മൂടി കിടക്കല്ലേ. അപ്പൊ പിന്നെ ഇനി നോക്കിക്കോ, ദേ എന്റെ മോന്റെ ഈ സ്ഥാപനം നല്ല രീതിയിൽ തന്നെ പോകും. ഏതായാലും അടുത്ത പർച്ചേസിനായിട്ട് നമ്മുടെ രേവതി വരിക. അപ്പൊ രേവതി ആ മിക്സിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇതെനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര, നീ അങ്ങോട്ട് മാറി നിന്നേ, നീ എന്തിനാ ഇപ്പൊ സാധനം മേടിക്കുന്നത്? അതെ, ഒരെവിടെയോ കിടന്ന ഒരു മൂലയ്ക്ക് കിടന്ന മിക്സി എടുത്തോണ്ട് വന്നിട്ട് രണ്ടാമത് ഇവക്ക് കൊടുക്കൊന്നും വേണ്ട. എരണം കെട്ടവള്. ഇവള് തൊടുന്നതൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ട് തീരുള്ളൂ. അതുകൊണ്ട് അങ്ങ് മാറി നിൽക്ക്. ഇനിയിപ്പം അടുത്തത് ശ്രുതിമോളെ എന്നല്ല, വർഷമോളെ വന്നേ വർഷമോള് മേടിച്ചേ എന്ന് പറയും. അപ്പം വർഷം മേടിക്കുമ്പോഴും ഇച്ചിരി നല്ല സംഭവം മേടിക്കൂലോ. അപ്പം വർഷം എങ്ങാണ്ട് എന്തോ ഹെയർ ഉണക്കുന്ന അതിനൊരു 25,000 രൂപ 30,000 രൂപയാവും. ഹെയർ ഉണക്കുന്ന ഹെയർ ഡ്രൈ എയർ അങ്ങനെ എങ്ങാണ്ടാണ് മേടിച്ചത്. അപ്പൊ അത് മേടിച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കും. ഇതൊക്കെ അച്ചമ്മ കാണുകയല്ലേ. അച്ചമ്മയ്ക്ക് ഇങ്ങ് തരിച്ചു കയറുക. അച്ചമ്മ പറഞ്ഞു, എന്താ ചന്ദ്ര നീ പറഞ്ഞത്? ഇനി രേവതി മേടിക്കണ്ടെന്നോ? അവൾ ഒരു സാധനം എടുത്ത് അവളുടെ കയ്യിലിരിക്കുന്നത് കണ്ടില്ലേ? അവള് രണ്ടാമത് മേടിച്ചാൽ എന്താടി കുഴപ്പം ഇരിക്കുന്നത്? എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവൾ എരണം കെട്ടവളോ? നിന്നോട് ആരാ പറഞ്ഞ അവൾ എരണം കെട്ടവളാണെന്ന്? അതെ മോളെ, ആ മിക്സി അങ്ങ് കൊടുത്തേ. അപ്പൊ നമ്മുടെ ശ്രുതിയും അത് മേടിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, മോളെ ശ്രുതി, നീ ഇത് മേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു മേടിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അത് പിന്നെ കടമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, കടം പറഞ്ഞുള്ളതൊന്നും ഇല്ല ഇവിടെ എന്ന്. കാരണം ഇവര് കടമായിരിക്കും പറയുന്നത്. സച്ചി രേവതിയും അച്ചമ്മയും കൂടെ കടം പറയുന്ന ഓർത്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടതും അച്ചമ്മ പറഞ്ഞു, അതെ എടാ, നീ ഒരു കടയൊക്കെ വെച്ചു, ഇപ്പോഴെങ്കിലും നിനക്ക് വെളിവും ബോധവും വന്നില്ലെങ്കിലേ നിന്റെ ബിസിനസ് നന്നാവില്ല. എന്റെ നാക്കും കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നീ നേരെ ചൊവ്വെ മനുഷ്യനെ സ്നേഹിച്ച് ഓരോ മനുഷ്യരെ തിരിച്ചറിഞ്ഞ് നീ നിൽക്കാൻ നോക്ക്. അതാണെങ്കിൽ നിന്റെ കടയ്ക്ക് മുന്നേറ്റം ഉണ്ടാക്കും. ദേ ശ്രുതിമോളെ, നിന്നെക്കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ട്. നീ എങ്കിലും അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതെ, രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു മിക്സി ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടി ശ്രുതി മേടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. രേവതി 5,000 രൂപ കൊടുക്കുന്നു. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചമ്മ പറഞ്ഞു, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെയാണെങ്കിലും ഇവിടെ എല്ലാവരും അവരവർക്കുള്ള സാധനങ്ങൾ മേടിച്ചു, ശരിയല്ലേ? പക്ഷെ എന്റെ രേവതി മോളെ സാധനം മേടിച്ചത് മിക്സിയാണ്. നിങ്ങൾക്കറിയാലോ, അവിടെ എല്ലാവർക്കും കൂടെ ആവശ്യമുള്ള സാധനമാണ് മേടിച്ചത്. ഈ കിച്ചണിൽ ഈ മിക്സി രേവതിക്ക് മാത്രമല്ലല്ലോ ആവശ്യം, ഇത് അവിടെ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ള സാധനമല്ലേ? അതല്ലേ രേവതി മേടിച്ചത്? അപ്പൊ എന്റെ മോളെ കണ്ടു പഠിക്കണം, അല്ലാതെ വേറെ ആരെയും കണ്ടു പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അവനോന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ ഇപ്പൊ ഈ ലോകത്തുള്ളവര്. പക്ഷെ എന്റെ മോള് കണ്ടോ, രേവതി നീ മിടുക്കിയാടി. സച്ചി നീ ഭാഗ്യമുള്ളവനാടാ, നിനക്ക് ഇതുപോലെയുള്ള ഒരു പെണ്ണിനെ കിട്ടിയില്ലേ. എത്ര പെണ്ണുങ്ങൾ വന്നാലെന്താ, രേവതിയുടെ അത്രയും ആരും വരില്ല എന്ന് തന്നെ നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് പറഞ്ഞു. ഏതായാലും രേവതിക്കും ഒരുപാട് സന്തോഷമായിട്ടോ. എങ്കിലും ഇതിന്റെ ഇടയിൽ നമ്മുടെ രേവതിയുടെ അമ്മേനെയും വീട്ടുകാരെയും ഒക്കെ കുത്തി പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു അസ്വസ്ഥത നമ്മുടെ രേവതിക്ക് ആകുന്നുണ്ട്. അങ്ങനെ രേവതിനെ മാറ്റി നിർത്തി നമ്മുടെ ചന്ദ്ര അപമാനിക്കുന്നുമുണ്ട്. നീ എന്താടി ആ മിക്സിയും പൊക്കിക്കൊണ്ട് വന്നത്? എനിക്കറിയാടി നിന്റെ ഉദ്ദേശം എന്താണെന്ന്, മര്യാദയ്ക്ക് ആയിക്കോണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം രേവതി ഇത് കേട്ടപ്പോഴത്തേക്ക്, എന്തിനാ അമ്മ എന്റെ മെക്കിട്ട് വെറുതെ കയറുന്നത്? നീ കണ്ടു പഠിക്കടി. വലിയ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും വിവാഹം ആലോചിച്ച് വലിയ വീട്ടിൽ നിന്ന് കെട്ടിയോണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ലാഭം എൻ്റെ മോന് കിട്ടിയത്. കണ്ടില്ലേ, 1.5 ലക്ഷം രൂപയുടെ മുതലാ. നിന്റെ വീട്ടുകാർക്ക് 1 രൂപയുടെ മുതൽ മേടിക്കാൻ പറ്റൂടി? അത് പോയിട്ട് ഇവിടെ ഒന്ന് തല കാണിക്കാനുള്ള യോഗ്യതയില്ലല്ലോടി എന്ന് പറഞ്ഞപ്പം നിർത്തുന്നുണ്ടോ? ദേ ഞാൻ ഒരു നല്ല ദിവസം ആയണ്ട, വേറൊന്നും പറയണ്ടെന്ന് വെച്ച് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിന്നപ്പോ, നിന്നോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീയൊക്കെ പട്ടിണി അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് കിടന്ന് നിന്നോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയപ്പോ രേവതി വീട്ടുകാരെ പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
രേവതിയുടെ അടുത്തേക്ക് പെട്ടെന്ന് സച്ചു വന്നു. രേവതി, നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല സച്ചേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ല, നിന്റെ മുഖത്തൊരു വിഷമം? അതൊന്നും ഇല്ല സച്ചേട്ടാ. ബാ, നമുക്കെന്താ ഇനി പോയാലോ? ഇനി നമുക്ക് ഇവിടെ നിൽക്കണോ സച്ചേട്ടാ? സച്ചേട്ടന് ഓട്ടം പോകണ്ടേ? എനിക്കാണെങ്കിൽ പൂവിക്കാനും പോകണം. നമുക്ക് പോകാം. പോകാം, നമുക്ക് പോകാം, അതിനിപ്പോ എന്താ, പോകാം എന്നിങ്ങനെ സച്ചിൻ പറയണം. കാരണം അവിടെ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ രേവതിക്ക് ഹരാസ്മെന്റ് ഏറ്റുവാങ്ങാൻ മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. നമ്മുടെ ശ്രുതിയും ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ ശ്രുതി ആ ഒരു ചെയറിലൊക്കെ കയറി നിന്ന് 2 കറക്കമൊക്കെ കറങ്ങിയിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, നീ എൻ്റെ ഭാര്യയായിട്ട് വന്നത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു കട മേടിക്കാൻ പറ്റിയതും ഒക്കെ. നീ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോയത് കൊണ്ടല്ലേ. അല്ലാതെ ആ അച്ഛൻ്റെ കയ്യിൽ ആ പൈസ മൊത്തം കൊണ്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പം കട മേടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. നീ എൻ്റെ ഭാഗ്യമാണ് ശ്രുതി, നീ എൻ്റെ എല്ലാമാണ്. ഒരിക്കലും നിന്നെ ഞാൻ കരയിപ്പിക്കില്ല, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സന്തോഷ നിമിഷങ്ങൾ, അതായത് അവരുടെ സന്തോഷ നിമിഷങ്ങൾ ശ്രുതിയുടെയും അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കയറി വരുന്നത് നമ്മുടെ ശ്രുതിയും കൂടി തളർന്ന് കുത്തിപ്പിടിച്ചാട്ടോ ശ്രുതി വരുന്നത്. വർഷങ്ങളായല്ലോ ജോലിക്കൊക്കെ പോയിട്ട്, അതിൻ്റെതായ ക്ഷീണവും മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അയ്യോ, എനിക്ക് വയ്യ, എൻ്റെ കാല് രണ്ടും പൊട്ടിപ്പോകുന്നേ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. അങ്ങനെ ചന്ദ്ര വന്നിട്ട് അയ്യോ മക്കളെ കേരള അവിടെ നിന്നേ, ആരതി ഒഴിഞ്ഞിട്ട് വേണം കയറാന്. എത്ര കണ്ണ് കിട്ടി കാണുമെന്നറിയാമോ? ഇന്ന് എല്ലാവരും നിങ്ങൾ തന്നെയല്ലേ വന്ന് നോക്കിയത് കടയില്, അത്രയും കച്ചവടം നടന്നില്ലേ? അവിടെ നിൽക്ക്, ആരതി ഒഴിഞ്ഞിട്ട് കയറിയാൽ മതി, ദൃഷ്ടിദോഷമൊക്കെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആരതി എടുത്തുകൊണ്ട് വരാൻ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് നിങ്ങൾ എന്താ പുറത്ത് നിൽക്കുന്നത്? അപ്പോഴത്തേക്കും ആരതിയൊക്കെ എടുത്തോണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങ് വന്നിട്ട് ആരതി അങ്ങ് ഒഴിയാണ്. അതെ, ആരതി ഒഴിഞ്ഞിട്ട് കയറിയാൽ മതി, കണ്ണുദോഷം ഭയങ്കരമായിട്ട് കണ്ണുദോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. സച്ചി ഇത് കണ്ടിട്ട് ഒറ്റ ചിരി ഇരിച്ചു. പിന്നെ കണ്ണുദോഷം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ നല്ല പുളിച്ച 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കൂടിപ്പോകും. ഇവൻ എന്ത് ദോഷം കിട്ടാനാ, കണ്ണ് ദോഷമല്ല, ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് തുടങ്ങി. അപ്പൊ സച്ചിയോട് പറഞ്ഞു, ഭയങ്കര അസൂയ മോനെ, അസൂയാലുക്കടെ അസൂയൊക്കെ പോണെങ്കിലേ ഇന്നിങ്ങനെ ആരതി ഒഴിഞ്ഞു കളയണം. തുപ്പിക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് തുപ്പുമൊക്കെ ചെയ്തു. അപ്പൊ രേവതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി ഇങ്ങ് വന്നേ, ഇത് കൊണ്ടുപോയി പുറത്ത് തട്ടാൻ പറഞ്ഞു കേട്ടോ. അപ്പം രേവതി അത് മേടിച്ചോണ്ട് പോയി പുറത്ത് തട്ടുകയൊക്കെ ചെയ്തു. പോട്ടെ, രേവതി ഇനിയിപ്പോൾ മേടിച്ചില്ലെങ്കിൽ അവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്നോർത്താണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം നമ്മുടെ രേവതി മേടിച്ചത്. അങ്ങനെ ഭയങ്കര ക്ഷീണമായിട്ട് റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരൊറ്റ കിടക്കലായിരുന്നു കട്ടിലേല്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, അത്താഴം കഴിക്കാൻ വിളിച്ചിട്ട് പോലും നമ്മുടെ ശ്രുതി എണീക്കുന്നില്ല. രാത്രി ഒരു 10-11 മണിയായേ, 10 മണി എങ്ങാണ്ടായി. 10 മണി ആയി കാണുമായിരിക്കും, ആ ഒരു സമയമായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് കിടക്കാനായിട്ട് സച്ചിയും രേവതിയും വരാൻ തുടങ്ങുമ്പോഴത്തേക്കും റൂമിനകത്തുനിന്ന് ഇറങ്ങുന്നില്ല നമ്മുടെ ശ്രുതി കിടന്ന് വിളിച്ചിട്ട് ശ്രുതി നല്ല ഉറക്കുക. എന്നാ പിന്നെ അച്ഛമ്മ ഇവിടെ ഇല്ല, അച്ഛമ്മ പോയി കേട്ടോ. അച്ഛമ്മ പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു കേട്ടോ. മര്യാദയ്ക്ക് ആയിക്കോണം, 3 മക്കളെയും ഒരുപോലെ സ്നേഹിച്ചോണം, ഇവിടെ വേർതിരിവ് കാണിക്കരുത്, ഞാൻ ഇടയ്ക്ക് വിളിക്കും ചോദിക്കും, മര്യാദയ്ക്ക് ആയിക്കോണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊക്കെയാ പോയത്. അപ്പൊ അച്ഛമ്മ അവിടെ ഇല്ലാത്തോണ്ട് എന്തും നടക്കൂലോ. അങ്ങനെ ശ്രുതി ആണെങ്കിലും എന്നാ പിന്നെ ശ്രുതി ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ, സച്ചി വരുമ്പോ ശ്രുതി ഇവിടെ കിടന്ന് ഉറങ്ങുവാണല്ലോ, അവന് പറ്റുമെങ്കിൽ അവനെ എടുത്തോണ്ട് പോയി അവിടെ ഇട്ടിട്ടെ, അല്ലാതെ ഈ റൂമിൽ നിന്ന് ഇന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് തറപ്പിച്ച് നമ്മുടെ ശ്രുതി അവിടെ നിന്നു. സച്ചി വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങളാ ഇന്നിവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ശ്രുതി ഉറങ്ങുക, ശ്രുതി എണീക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ കിടക്കുവാന്ന് പറഞ്ഞപ്പോ അതെവിടെ തന്നെ ആയവാ, മര്യാദയ്ക്ക് കെട്ടിയവനെ കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പം ഇറങ്ങിയില്ലെങ്കിൽ സച്ചി എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന എൻ്റെ ഭർത്താവിനെ എനിക്ക് ശല്യപ്പെടുത്താൻ പറ്റില്ല, അയാള് ഒരുപാട് ക്ഷീണമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വെറുതെ വിടുവോ? സച്ചി അതും ശ്രുതി ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാട്ടോ സംസാരിക്കും, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോഴത്തേക്ക് സച്ചി ആണെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കൂടി ഇന്ന് തീയിടും, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എന്ന് പറയും. ഇപ്പം രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ മിണ്ടാതിരിക്കും, സച്ചേട്ട പോട്ടെ, അദ്ദേഹത്തിന് ക്ഷീണമാണെങ്കിൽ ഇന്ന് അദ്ദേഹം അവിടെ കിടന്നോട്ടെ. രേവതി ഇതുപോലെ ഒഴിഞ്ഞു മാറിയാ എല്ലാവരും നമ്മളെ പുറന്തള്ളുന്നത്, മര്യാദയ്ക്ക് നിന്നോണം കേട്ടോ രേവതി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഒച്ചപ്പാടായി. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ വന്നിട്ട് എന്താ മോനേന്ന് ചോദിച്ചപ്പോഴത്തേക്കും കണ്ടോ അച്ഛാ ഇറങ്ങുന്നില്ല, എനിക്ക് ഇന്ന് ഇവിടെ കിടക്കണം, ഇവനോട് ഇറങ്ങാൻ പറയാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതി പറഞ്ഞു, അച്ഛാ അദ്ദേഹം ക്ഷീണമായിട്ട് കിടക്കുക, ഇനി ഇദ്ദേഹത്തെ ഞാൻ നിലത്ത് എങ്ങനെയാ കിടത്തുന്നത്? സച്ചിയാണെങ്കിൽ നിലത്ത് കിടന്ന് ശീലമുണ്ട്, രേവതിക്ക് ശീലമുണ്ട്, പിന്നെ എന്താ ഇന്നത്തെ ദിവസം ഒന്ന്
അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഓർത്തെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു പോട്ടെ എന്നാ സാരമില്ല മോനെ, വഴക്കുണ്ടാക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ, ബാ എന്റെ റൂമിൽ കിടന്നോ, ഞങ്ങൾ വെളിയിൽ കിടന്നോളാന്ന് പറഞ്ഞു. ചന്ദ്രയും രവീന്ദ്രനും വെളിയിൽ കിടന്നോളാന്ന് പറഞ്ഞു. സച്ചി സമ്മതിക്കുമോ? സച്ചി പറഞ്ഞു വേണ്ട വേണ്ട, അങ്ങനെ അച്ഛൻ വെളിയിലൊന്നും കിടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും സച്ചിയും വീണ്ടും ആ ഒരു ടെറസിന്റെ മണ്ടയിൽ പോയി കിടക്കാണ് കേട്ടോ. അങ്ങനെ ടെറസിന്റെ മണ്ടയിൽ എത്തിയപ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരുപാട് വിഷമം തോന്നുക. രേവതിനെ വീണ്ടും ഇതിന്റെ മണ്ടയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നല്ലോ. അപ്പൊ രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ രേവതി എന്ന് ചോദിക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സച്ചേട്ടാ, ഞാൻ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല സച്ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞല്ല, സച്ചേട്ടന് ഇതുപോലെ സാധാരണ ഫീലിങ്സ് ഒന്നും വരാത്തതാണല്ലോ, പിന്നെ എന്താ സച്ചേട്ടന് ഫീലിങ്സ് പെട്ടെന്ന് വരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല വേറൊന്നുമല്ല, നമുക്കിവിടെ ഒരു ഇതില്ലല്ലോ, ഒരു വോയിസ് ഇല്ലല്ലോ എന്നോർത്തിട്ടാ. പോട്ടെ രേവതി, സാരമില്ല, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല സച്ചേട്ടാ, നമുക്കിവിടെ ഇങ്ങനെ നിലാവത്ത് ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കി നല്ല കാറ്റൊക്കെ കിട്ടിക്കിടക്കുന്ന സുഖം ആ റൂമിനകത്ത് കിടന്നാൽ കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ രേവതിക്ക് ഒരു കുഴപ്പമില്ല, സച്ചേട്ടൻ വിഷമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിക്കുകയാണ് കേട്ടോ. എന്തായാലും നേരം പരവരാവെടുത്തു. പിറ്റേ ദിവസം പോണം കടയില്. നമ്മുടെ സുധി എന്ത് ചെയ്താ എണീക്കുന്നില്ല. സുധിയെ കൂലിക്ക് പാറിച്ച് വീളിച്ചിട്ടും സുധി എണീക്കുന്നില്ല. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അവരൊരുങ്ങുമായിരിക്കും, അവർക്ക് പോകാനുള്ളതല്ലേ, അപ്പൊ അവർ ഒരുങ്ങുമായിരിക്കും, ഞാൻ ചെന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും താണ്ട കിടക്കണോ നമ്മുടെ ശ്രുതി, ഭയങ്കര ഉറക്കം. ശ്രുതിയാണേൽ കിടന്ന് വിളിച്ച് തൊണ്ടയുടെ വെള്ളം പറ്റിയ എവിടെ നിന്ന് നമ്മുടെ ശ്രുതി എണീക്കുന്നില്ല, ഇച്ചിരി കിടക്കട്ടെ, ഇച്ചിരി നേരം കൂടെ എന്ന് പറഞ്ഞ് കിടക്കാണ്. ഇതിനിടയിൽ നമ്മുടെ സച്ചിക്കും അതുപോലെ ശ്രീകാന്തിനൊക്കെ കളിയാക്കാൻ കിട്ടുന്ന അവസരമല്ലേ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, സച്ചിയല്ല, ആരാ, വർഷ പറഞ്ഞു, അതെ ഞങ്ങൾക്കൊരു മുതലാളിയുണ്ട്, ഞങ്ങളുടെ മുതലാളി രാവിലെ 6 മണിക്ക് വന്ന് തന്നെ സ്റ്റുഡിയോ തുറക്കും. അപ്പം ശ്രീകാന്തും പറഞ്ഞു, എനിക്കൊരു മുതലാളിയുണ്ട്, എൻ്റെ മുതലാളി രാവിലെ തന്നെ വന്ന് ആ ഒരു ഹോട്ടൽ തുറക്കും. മുതലാളിമാരാണെങ്കിൽ തൊഴിലാളികൾ വരുന്നതിന് മുമ്പ് അവിടെ ചെല്ലേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ കടയൊക്കെ നേരത്തെ പോയി തുറന്നു കഴിഞ്ഞാലേ അതിനൊരു ഐശ്വര്യവും ലാഭവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അവരവിടെ ഇരുന്ന് ടീമേച്ചർ ഇരുന്ന് സംസാരിക്കുമ്പം നമ്മുടെ ചന്ദ്രയും ശ്രുതിയും അവിടെ കിടന്ന് ശ്രുതിനെ വിളിക്കുക. കുറെ നേരമായിട്ട് ഇവർ വരുന്നില്ല. അപ്പൊ ഇവര് റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പം ദാ കിടക്കുന്നു നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, മോനെ പൊന്നെ ചക്കരെ എണീക്കടാ, സമയത്തിനായടാ, പോണ്ടേടാ ചക്കരെ എണീക്ക് പൊന്നെ, എന്താണ് ശ്രുതി മോനെ, മറ്റേ കൊച്ചു കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടാൻ എണീപ്പിക്കുന്നത് പോലെ കിടന്ന് കുലുക്കി വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് വന്ന കാലി. സച്ചി പറഞ്ഞ, അയ്യോ ഒരു കാര്യം ചെയ്യും, ഒരു നിബിള് കുപ്പിയും കൂടെ എടുത്തങ്ങോട്ട് വായിക്കകത്തങ്ങോട്ട് വെച്ച് കൊടുക്കാം, അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങട്ട്, ഇവന്റെയൊക്കെ തലയെ കൊണ്ടുപോയേ വെള്ളം ഒഴിക്കുക ചെയ്യേണ്ടത് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതി നോക്കുക. പക്ഷെ ശ്രുതിക്ക് ഒന്നും പറയാനും പറ്റത്തില്ല, കാരണം ന്യായമായ കാര്യമാണ്. രാവിലെ എണീക്കണ്ടേ, പിന്നെ ഈ കടയൊക്കെ മേടിച്ചിട്ട് രാവിലെ എണീക്കാതെ നട്ടുച്ച വരെ കിടന്നുറങ്ങാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ രേവതിയോട് ചായ എടുക്കാൻ പറയാണ്. അപ്പൊ രേവതി പറഞ്ഞു, എനിക്ക് പറ്റില്ല ചായ എടുക്കാൻ, ഇദ്ദേഹത്തിന് മാത്രമായിട്ടൊന്നും എനിക്കിനി ചായ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്ര രേവതിയുടെ മെക്കിട്ട് കയറുകയാണ്. എടി നിനക്ക് അഹങ്കാരമല്ലേടി, നിനക്ക് കട്ടിലേ കിടക്കാത്തതിന്റെ സൂക്കേടല്ലേടി, നീ നിന്റെ കെട്ടിയവനെയും കെട്ടിപ്പിടിച്ച് കട്ടിലേ കിടക്കാത്തതിന്റെ ഞൊളപ്പാ നിനക്കെന്ന് എനിക്ക് അറിയാടി എന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര രേവതിയോട്. രേവതിക്ക് സങ്കടം വന്നു കേട്ടോ. കാരണം അതുപോലെ വൃത്തികെട്ട രീതിയിൽ നിനക്ക് നിന്റെ കെട്ടിയവനെയും കെട്ടിപ്പിടിച്ച് റൂമിനകത്ത് കിടന്നുറങ്ങാതെ നിനക്ക് സമാധാനം ഇല്ലല്ലേടി വൃത്തികെട്ടവളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അമ്മായിയമ്മ മരുമകളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉളുപ്പ്, എന്തോ ഒരു നമുക്കൊരു ഇത് തോന്നുമല്ലോ, അത് നമ്മുടെ രേവതിക്ക് വന്നിട്ട് രേവതി വല്ലാത്തൊരു അവസ്ഥയിൽ എത്തുകയാണ്. ഏതായാലും നമ്മുടെ രേവതി വിട്ടുകൊടുക്കില്ല, തിരിച്ച് നല്ല 2 വർത്താനം പറയുന്നുണ്ട്, മാത്രമല്ല ചായ ഇട്ടിട്ട് കൊടുക്കുന്നുമില്ല. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ സുധീനെ എണീപ്പിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഏതായാലും ബഹുരസമുള്ള സീനുകളൊക്കെ ആട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനിടെ നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞ് വരാൻ പോവാണ്. ശ്രുതിയുടെ കുഞ്ഞിനൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റുന്നുണ്ട്. അങ്ങനെ ആക്സിഡന്റ് പറ്റുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടിയുടെ കണ്ണിനൊരു ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ചെയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഓപ്പറേഷനൊക്കെ. അപ്പൊ ഇതിനിടയിൽ ചെറിയ കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയുടെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്, കുറെ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജും അയക്കുന്നുണ്ട്, ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പേരോട് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഐറ്റംസ് തീർന്നു ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വീഡിയോസ് ഇടുന്ന അപ്പോൾ തന്നെ നമുക്ക് ഇപ്പം ഒരെണ്ണത്തിൻ്റെയൊക്കെ ഒരു 3-4 ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവരുന്നത്. പിന്നെ പ്രീ ബുക്കിംഗ് ഉള്ള സംഭവം മാത്രം നമ്മൾ ചെയ്തു തരൂ കേട്ടോ. പ്രീ ബുക്കിംഗ് ഉള്ള
എന്ത് ക്ലോത്തിങ്സ് ആണെങ്കിലും നമ്മൾ ചെയ്തു തരും. പക്ഷെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ റീസ്റ്റോക്ക് ചെയ്യണം. അപ്പം റീസ്റ്റോക്ക് ചെയ്യാനൊരു പാടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബിസിയാണ്, അത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് ഉടനെ തന്നെ. ഒത്തിരി എൻക്വയറീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് തീർന്നും പോകുന്നുണ്ടേ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചോളൂ ധൈര്യമായിട്ട് വാട്സപ്പിൽ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രൈസ് ചോദിച്ചോളൂ. പ്രൈസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. പിന്നെ ഇനി പ്രൈസ് ചോദിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യാതിരിക്കേണ്ട, പ്രൈസ് ചോദിച്ചോളൂ. ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പം ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.